PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് 10ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. ഇംഗ്ലീഷ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞത് സ്നേക്ക് ആൻഡ് ദ മിറർ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് സ്നേക്ക് ആൻഡ് ദ മിറർ. അത് ആര് പറഞ്ഞതാണ്? ഇവിടെ ഒരു കഥ തുടങ്ങുകയാണ്. ആ ഹോമിയോപാത്ത് അവിടെ ഇരുന്ന കഥ പറയാണ്. അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇവരോട് കഥയായിട്ട് പറഞ്ഞു കൊടുക്കാണ്. അവര് ഒരു കൂട്ടം ആളുകൾ ഇരിക്കുമ്പോ അവരോട് ഈ ഹോമിയോപാത്ത് അയാൾക്കുണ്ടായ സംഭവത്തിനെ കുറിച്ച്, ഒരു ദിവസം രാത്രിയിൽ ഉണ്ടായ സംഭവം, പിന്നെ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ ഇൻട്രൊഡക്ഷൻ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് അയാള് അന്ന് ഒരു സമ്മർ നൈറ്റില് രാത്രി 10 മണിക്ക് അവരെ കണ്ടുമുട്ടണതാണ്. ആ സ്നേക്ക് വരുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് രാത്രി 10 മണി കഴിഞ്ഞു, സംഭവങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് സ്നേക്ക് വന്ന് ഷോൾഡറിൽ ഇരുന്നു. സ്നേക്ക് വന്ന് ഷോൾഡറിൽ ഇരുന്നതും 2 സംഭവങ്ങൾ ഒരേ സമയത്ത് നടന്ന 2 സംഭവങ്ങളാണ് കേട്ടോ. ഒരേ സമയത്ത് നടക്കുന്ന 2 കാര്യങ്ങൾ, സൈമുൾട്ടേനിയസ് ആയിട്ട് നടന്ന 2 കാര്യങ്ങൾ. ഏതായിരുന്നു 2 കാര്യങ്ങൾ? ഒന്ന് അയാൾ തിരിഞ്ഞതും, രണ്ടാമത്തത് സ്നേക്ക് വന്ന് തോളിൽ കയറി ഇരുന്നു. ശബ്ദം കേട്ട് എന്താണ് കുറച്ചും കൂടി അപരിചിതമായ ശബ്ദം. സാധാരണ ശബ്ദം കേട്ട് അയാൾ നോക്കാറില്ല, പക്ഷെ കുറച്ചും കൂടി വലിയൊരു ശബ്ദമായിരുന്നു. അതുകൊണ്ട് ഒരു റബ്ബർ ട്യൂബ് വന്ന് വീണ ശബ്ദമായിരുന്നു. അതുകൊണ്ട് അയാളൊന്ന് തിരിഞ്ഞു നോക്കിയ സമയം കൊണ്ട് ആ പാമ്പ് ഷോൾഡറിൽ വന്നിരുന്നു കഴിഞ്ഞു. ഇനി പാമ്പും അവനും തമ്മിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ അവിടെ നടക്കണേ നോക്കാം. പാമ്പ് വന്ന് തോളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവോ? കേൾക്കുന്ന നമുക്ക് രസമുണ്ട് അല്ലെ? പക്ഷെ അവന്റെ ആ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും അല്ലെ? കാരണം ആ പാമ്പ് വരുന്ന വെച്ചാൽ അയാൾ മരണത്തിനെ ഫേസ് ടു ഫേസ് കണ്ട ഒരു നിമിഷം. ആ നിമിഷത്തിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് കേൾക്കുമ്പോൾ. പക്ഷെ അന്ന് അയാൾ അനുഭവിച്ച വിഷമത്തിനെ കുറിച്ച് അയാളോട് വളരെ രസകരമായിട്ട് നമ്മളോട് പറയുകയാണ്. ഐ ഡിഡ് നോട്ട് ജംപ്, ഐ ഡിഡ്ന്റ് ട്രംബിൾ. പാമ്പ് കയറിയിരുന്നു. ഒരു പാമ്പ് നമ്മുടെ തോളിൽ വന്നിരുന്ന നമ്മൾ എന്താ ചെയ്യാം? ബഹളം വെച്ച് അവിടുന്ന് ചാടി ചെയ്യാനല്ല ചെന്നിയത്. പക്ഷേ ഇവിടെ ഇവൻ പറയണേ ഐ ഡിഡ് നോട്ട് ജംപ്, ഞാൻ ചാടിയൊന്നുമില്ല. നമ്മുടെ കയ്യില് പാമ്പ് വേണ്ട, ഒരു പാറ്റ തന്നെ വരികയാണ്, അല്ലെങ്കിൽ ഒരു പല്ലി വീഴുകയാണ്. നമ്മൾ എന്താ ചെയ്യാം? കൊടഞ്ഞ് ബഹളം വെച്ച് ചാടി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക അല്ലെ? ഇത് ഇത്രയും വലിയൊരു പാമ്പ് വന്ന് തൊഴിലിരുന്നപ്പോ അനങ്ങാൻ പറ്റിയില്ല അവന്. ഐ ഡിഡ്ന്റ് ജംപ്. അവൻ പറയണ ഞാൻ ചാടിയുമില്ല, ഞാൻ ട്രംബിൾ ചെയ്തില്ല. ട്രംബിൾ വിറയ്ക്കുക. അവന് ഒരു വിറയില്ല, നിശ്ചലനായി പോയി. അവൻ അനങ്ങാതെ ഇരുന്ന് പോയി. ഐ ഡിഡ്ന്റ് ക്രൈ ഔട്ട്. കരയാൻ പോലും സാധിച്ചില്ല. നമ്മളൊരു പാറ്റേനെ കണ്ട്, ഒരു പല്ലിയോ പാറ്റയോ എന്തെങ്കിലും നമ്മുടെ ദേഹത്തൊന്ന് വീഴാ, അല്ലെങ്കിൽ നമ്മുടെ മേത്തക്കോടൊന്ന് ഓടുകയാണ്, നമ്മൾ ഓളിയിട്ട് ബഹളം വെക്കും അല്ലേ? ഇവിടെ അവൻ പറയാണ് അവനൊരു ശബ്ദം പോലും എടുത്തില്ല, കരയാൻ പോലും അവന് സാധിച്ചില്ല. There was no time to do any such a thing. കാരണം എന്താ? നമ്മൾ പറയും സാധാരണ ചെറിയ കുട്ടികൾക്ക് അവന് പേടിയില്ലാന്ന്. എന്താ കാരണം? പേടിയില്ലാണ്ടാണോ? പേടി എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാനുള്ള പ്രായമായിട്ടില്ല. തീരെ ചെറിയ കുട്ടികള് എവിടെയും ചെന്ന് ചാടും ഇല്ലേ? നമ്മളിപ്പോ പറയാം അവന് പേടിയൊന്നും ഇല്ലാട്ടോ, അവനൊരു പേടിയില്ലല്ലോ. ഒരു പേടിയില്ലാണ്ടാണോ? ഇരുട്ടത്തേക്ക് കുട്ടി ഓടിപ്പോകും. പേടിയില്ലാണ്ടാണോ? പേടി എന്താണെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥ ഇവനും ഇവിടെ പറയാണ്. ഇവിടെ അവന് കരയാനായിട്ട് ഞാൻ കരയില്ല, എനിക്ക് ഭയങ്കര ധൈര്യത്തിൽ ഞാൻ കരയില്ല എന്ന് പറഞ്ഞിരുന്നതാണോ? അല്ല. അവൻ പറയണേ അതൊന്നും ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയില്ല, അതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്ന്. ഒന്ന് അവിടുന്ന് എഴുന്നേറ്റ് ചാടാനും പറ്റിയില്ല, ട്രംബിൾ വിറയ്ക്കാനും പറ്റിയില്ല, ഈവൻ ക്രൈ ഔട്ട്, ഒന്ന് കരയാൻ പോലും അവന് പറ്റിയില്ല. ദാറ്റ് വാസ് നോ ടൈം ടു ഡു എനി സച്ച് തിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ സമയമായിരുന്നില്ല അത് എന്ന്. The snake slithered along my shoulder. Slither ചെയ്യാ, എഴയുക, പതുക്കെ തെന്നി എഴഞ്ഞ് on my shoulder and coiled around my left arm. എന്ത് ചെയ്യാൻ തുടങ്ങി? എന്റെ ലെഫ്റ്റ് ആർമിലേക്ക് പതുക്കെ എന്റെ ഷോൾഡറിലേക്ക് കയറി. അവിടെ നിന്ന് പതുക്കെ എഴഞ്ഞ് എവിടേക്ക് വന്നു? എന്റെ കൈത്തണ്ടയിലേക്ക് കയറിയിരിക്കുകയാണ്. കൈത്തണ്ടയില് പാമ്പ് ചുറ്റിയ എന്താ ഉണ്ടാവുക? ഭയങ്കര വെയിറ്റ് ഉണ്ടാവില്ലേ കൈക്ക്? ആ പാമ്പിന്റെ കനം കൊണ്ട്. The snake slithered along my shoulder and coiled around my left arm above the elbow. Elbow, മുട്ട്. ഈ കൈമുട്ടിന്റെ മുകളിൽ നിന്ന്, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഈ പാമ്പ് ഇങ്ങനെ ചുറ്റി, ഷോൾഡറിൽ നിന്ന്
പതുക്കെ ഇഴഞ്ഞ് പാമ്പ് കൈയുടെ ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ മുട്ട് വരെയുള്ള സ്ഥലത്ത് കേട്ടോ ഇങ്ങനെ ചുറ്റുമാണ്. ദ ഹുഡ് വാസ് സ്പ്രെഡ്. ഹുഡ് പാമ്പിന്റെ ഹുഡ് എന്താ? പത്തി അങ്ങോട്ട് വിരിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് കേട്ടോ കൈമ ഇങ്ങനെ ചുറ്റിയേക്കണു. എന്നിട്ട് പത്തി വിടർത്തിയേക്കണു. ആ പത്തി എവിടെയാണ്? ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി, ആ തല, ആ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിന്റെ തല എന്റെ മുഖത്തിൽ നിന്ന്, എന്റെ ഫേസിന്റെ അവിടെ നിന്ന് എത്ര ദൂരം ഉള്ളത്? വാസ് ഹാർഡ്ലി 3 or 4 inch. ഒരു ഇഞ്ച് എത്രയാണെന്നറിയില്ലേ? 3 or 4 inch എന്ന് വെച്ചാൽ എന്റെ മുഖത്തിന്റെ അവിടെ നിന്ന് 3-4 ഇഞ്ച് നീങ്ങിയിട്ടാണ് പാമ്പിന്റെ തല ഇങ്ങനെ പത്തി വിടർത്തിയാണ് നിൽക്കുന്നത്. വെരി നല്ല സിറ്റുവേഷൻ അല്ലേ? ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. പാമ്പ് പത്തി കയ്യിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. കൈ കുടഞ്ഞാഞ്ഞ് പോവോ? പാമ്പ് ചുറ്റിയേക്കാണ്, വെറുതെ എഴയുന്ന പാമ്പല്ല. കോയിൽ റൗണ്ട് ചെയ്തു, എന്നിട്ട് പത്തി വിടർത്തി എന്റെ മുഖത്തിന്റെ അവിടുന്ന് 3 or 4 inches നീങ്ങി പത്തി വിടർത്തി നിൽക്കുകയാണ്. The next paragraph, 12th paragraph. It would not be correct to say merely that I sat there holding my breath. ആ നേരത്തെ അവൻ ശ്വസിക്കുന്നുണ്ടായിരുന്നോ? ശ്വാസം വിടാൻ പോലും പറ്റാണ്ട് അവിടെ ഇരിക്കുകയാണ്. It would not be correct to say എന്താണ്? merely that I sat there holding my breath. breath ശ്വാസത്തിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, മുറുകെ പിടിച്ച് ശ്വാസം അടക്കി പിടിച്ച് ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ ശരി, അത് ഫുൾ അർത്ഥത്തിൽ ശരിയല്ല എന്ന്. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ, ഇത് പറഞ്ഞാൽ ശരിയാവില്ല, ഇത് കറക്റ്റ് അല്ല. പക്ഷെ എന്താണ്? ഐ വാസ് ടേൺ ടു സ്റ്റോൺ, ഞാൻ ശരിക്കും കല്ലായി പോയി എന്ന് പറയുന്നതാണ് ശരിയെന്ന്. ആദ്യം പറയാണ് ഞാൻ എന്ത് ശ്വാസം അടക്കി പിടിച്ച് അനങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കണല്ലേ. പാമ്പ് എന്ത് ചെയ്യുന്നറിയില്ല. എന്റെ മുഖത്തിന്റെ അടുത്ത് 3 or 4 inches അടുത്താണ് പത്തി വിടർത്തി പാമ്പ് നിൽക്കണേ. ഈ പാമ്പ് എപ്പോഴാ എന്നെ കൊത്തുകയെന്നറിയില്ല. അപ്പൊ പേടിച്ച് വിറച്ച് അവൻ ഇങ്ങനെ എന്താണ് ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയണേ ശ്വാസം അടക്കി പിടിച്ചിരിക്കാന്ന് പറയാൻ പറ്റില്ല, ശ്വാസം ഇല്ലാന്ന്. ഞാൻ കല്ലിന്റെ പ്രതിമയായി മാറിയെന്ന്. I was turned to stone, but my mind, പക്ഷെ എന്റെ മനസ്സ്, എന്റെ ശരീരം കല്ലായിട്ട് മാറി. അനങ്ങാണ്ട് നിശ്ചലനായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ശരീരം കല്ല് പോലെയായി. പക്ഷേ എന്റെ മനസ്സ് ആ സമയത്ത് കല്ലല്ല. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു, ഒരു വലിയൊരു അസുഖം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രോബ്ലം വന്നാൽ നമ്മൾ പുറമേക്ക് ഭയങ്കര ഉറച്ചിങ്ങനെ നിൽക്കുമെങ്കിലും നമ്മുടെ ഉള്ളിൽ മനസ്സിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മനസ്സിരുന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരിക്കും. ഇവൻ പറയാണ് എന്റെ ശരീരം അനങ്ങാതെ കല്ല് പോലെ ആയെങ്കിലും എന്റെ മനസ്സ് എന്താണ്? ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. എന്റെ മനസ്സ് എങ്ങനെയായിരുന്നു? വളരെ ആക്റ്റീവായിരുന്നു. വെച്ചാൽ വെറുതെ ഇരിക്കല്ല, മനസ്സ് ഭയങ്കര ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. എന്താ മനസ്സ് ചെയ്ത കാര്യം? The door opened into the darkness. അവന് പറയണേ ആ ഡോറ്, വീടിന്റെ ഡോറ് ഓപ്പൺ ടു ഡാർക്ക്നെസ്. ഇരുട്ടാണ്, പുറത്ത് നല്ല ഇരുട്ട്. രാത്രി എത്ര മണിയായി? ഇപ്പൊ എത്ര മണിയായിന്ന് പറ്റില്ല, പക്ഷെ 10 മണി കഴിഞ്ഞപ്പോ തുടങ്ങിയ സംഭവമാണ്. അപ്പൊ എന്തായാലും 11 മണിയോ 12 മണിയോ ഒക്കെ ആയിട്ടുണ്ടാവും ഇല്ലേ? സമയം കുറച്ച് കഴിഞ്ഞിരുന്നു. അവൻ അവിടെ ഇരുന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ചു, കുറെ നേരം നടന്ന് ചിന്തിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പാമ്പ് വതേണേ. അപ്പൊ എങ്ങനെ പോയാലും ഒരു 11 മണിയൊക്കെ ആയി കാണണം. എന്തായാലും രാത്രിയാണ്, ഇരുട്ടാണ്. The room was filled with darkness. റൂമിൽ നല്ല ഇരുട്ട്. In the light of the lamp, ആകെ ഒരു മെഴുകുതിരി അല്ല, കെറോസിൻ ലാമ്പാണ്. ആകെ ഒരു ലാമ്പിന്റെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചമാണ്. I sat there like a stone image of flesh. ഒരു സിമിലി അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് കേട്ടോ. I was like I sat there like a stone image in the flesh. ഏതുപോലെയാണെന്ന്? A stone image, കല്ലിന്റെ ഒരു പ്രതിമ, of a flesh, മാംസമുള്ള ഒരു കൽപ്രതിമ. എന്നുവെച്ചാൽ എന്താണ്? കല്ലിനെ പോലെ അനങ്ങാതിരിക്കുന്നു, പക്ഷെ മാംസമാണ് ശരീരം അല്ലെ, ബോഡി ഫ്ലഷ് ഉണ്ട്. Then I felt then the great presence. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുത്ത പാരഗ്രാഫിൽ പറയാണ് ഭയങ്കര വിഷമായി. നമ്മൾ ആദ്യം എന്തെങ്കിലും അപകടത്തിൽ പറ്റുക, നമ്മൾ കുറെ രക്ഷപ്പെടാൻ നോക്കും. നിസ്സഹായരായാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ?
ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് കണ്ടാൽ അപ്പൊ നമ്മൾ വിളിക്കും ഇനി ദൈവത്തിന്റെ കയ്യില. ഇനി ദൈവം ഉള്ളൂ, ദൈവത്തിനെ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നിസ്സഹായരായി. ഇപ്പൊ അവൻ നിസ്സഹായനായി, ഇനി ഒന്നും അവന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഐ ഫെൽറ്റ് ദാറ്റ് ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ സൃഷ്ടാവ്, ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ആ സൃഷ്ടാവിന്റെ പ്രസൻസ്, സാന്നിധ്യം ഓഫ് ദിസ് വേൾഡ്, ഈ വേൾഡിന്റെ ക്രിയേറ്റർ. ആരാ വേൾഡിന്റെ ക്രിയേറ്റർ? ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ദാറ്റ് ഈസ് ഗോഡ്. ദൈവത്തിനെ കുറിച്ച് ഓർക്കാണ്. ആൻഡ് ദിസ് യൂണിവേഴ്സ്, പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ, ഈ വേൾഡിന്റെ, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ അവൻ ഓർക്കണം. ആ സൃഷ്ടാവ് ഇപ്പൊ അവിടെയുള്ള പോലെ അവന് തോന്നി. ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ്, അവൻ എന്ത് തോന്നി? ആരുടെ പ്രസൻസ് തോന്നി അവിടെ? ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിന്റെ, ഈ വേൾഡ്, യൂണിവേഴ്സ് മീൻസ് പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ, ഈ വേൾഡിന്റെ, ഈ ലോകത്തിന്റെ സെയിം തന്നെയാണ് കേട്ടോ. ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ആരാ? ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അവിടെ കണ്ടു. എന്താ ഉണ്ടായി നോക്കാം. ഗോഡ് വാസ് ദെയർ. അവന് ഉറപ്പുണ്ടായിരുന്നു. അവൻ ഇപ്പൊ പറയുന്നതാണ് കേട്ടത്. കഥ പറയുന്ന സമയത്ത് അവൻ പറയാണ്, എനിക്ക് ഉറപ്പായി അപ്പൊ അവിടെ ആ ദൈവം ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഞാൻ അവിടെ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ, ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്, അവന് ഇഷ്ടപ്പെടില്ല. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റെ ഇമാജിനേഷനിലെ സങ്കല്പത്തിൽ ഞാൻ എഴുതി. പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എഴുതുകയാണ്. ടു റൈറ്റ് ദ ബ്രൈറ്റ് ലെറ്റേഴ്സ് outside my little heart of the words. എന്റെ ലിറ്റിൽ ഹാർട്ട് ഓഫ് വേർഡ്സ്, വേർഡ്സ് കൊണ്ട്, വാക്കുകൾ കൊണ്ട് എന്റെ ഹൃദയത്തിന്റെ പുറത്ത്, എന്റെ മനസ്സിൽ ഞാൻ എഴുതുകയാണ്. ഓ ഗോഡ്, ദൈവമേന്ന്, ദൈവമേന്ന് ഓളിട്ട് വിളിച്ചു എന്നല്ല അവൻ പറഞ്ഞത് അല്ലേ? അവൻ പറഞ്ഞോ? ഇല്ല, ദൈവമേന്ന് വിളിക്കല്ല ചെയ്തേ. അവൻ പറയാണ്, അവൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളില്, മനസ്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചു ആ വാക്ക്. അവൻ എഴുതി, വാക്കുകൾ കൊണ്ട് അവൻ എഴുതി ഓ ഗോഡ് എന്ന് അവൻ മനസ്സിൽ ഉരുവിടുകയാണ്. There was some pain in my left arm. എവിടെയാ പാമ്പ് ചുറ്റിയേക്കണേ? ലെഫ്റ്റ് ആമിലല്ലേ? ഈ ലെഫ്റ്റ് ആമിൽ കൈത്തണ്ടിയിൽ ഇങ്ങനെ ചുറ്റി കൈ വേദനിക്കാൻ തുടങ്ങി. കാരണം പാമ്പിന്റെ കല അത്രയും വലിയ പാമ്പാണ് ചുറ്റിയേക്കണേ. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്. ഇതുപോലെയാണ്. ഇനി പാമ്പിനെ അവൻ കമ്പയർ ചെയ്യുന്നത് തിക്കായിട്ടുള്ള, നല്ല കട്ടിയുള്ള ലെഡൻ റോഡ്. ലെഡ് എന്താ? ഈയത്തിന്റെ കട്ട കണ്ടിട്ടില്ലേ? കട്ട്, ആ ഈയത്തിന്റെ കട്ട ചുറ്റിയ പോലെ അത്രയും വെയിറ്റ് ആയിരിക്കും. നല്ല വെയിറ്റ് അല്ല, ലെഡന്റെ റോഡ്, ഈയത്തിന്റെ റോഡ്, ആ തണ്ട്, ഈയത്തിന്റെ ഒരു റോഡ്, ഒരു കമ്പി അല്ലെങ്കിൽ ഒരു വടി, നല്ല കട്ടിയുള്ള ഒരു വടി ചുറ്റിയ പോലെ. നോ, ഞാൻ അത് പറയാൻ പറ്റില്ല. അവൻ ആദ്യം പറഞ്ഞു ഒരു ഈയക്കട്ട ഇങ്ങനെ ചുറ്റി വെച്ചേക്കണമെന്ന് തോന്നി. ഇവൻ പറയാ അല്ല, അതല്ല, അതിനേക്കാളും കൂടുതല്. നോ, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. എന്തിന്റെ? മോൾട്ടൺ ഫയർ. തീയില് ഇതുപോലെ തീക്കട്ട ഇങ്ങനെ കെട്ടിവെച്ച പോലെ തോന്നിയില്ല അവന് കൈമ. ആദ്യം പറഞ്ഞ എന്താണ്? ലെഡൻ റോഡാണെന്ന്. ഈയത്തിന്റെ റോഡ്, വടിയാണ് ചുറ്റിയേക്കണേന്ന് തോന്നി. അപ്പൊ ഭയങ്കര കനായിരിക്കും. അപ്പൊ ഇവൻ പറയാം അതല്ല, അതാണെങ്കിൽ നമുക്ക് പിന്നെ സഹിക്കാന്ന്. അതിനേക്കാളൊക്കെ എടുത്ത് തീക്കട്ട ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചേക്കണ പോലെയാണെന്ന്. എന്ന് വെച്ചാൽ തീക്കട്ട ചുറ്റി വെച്ചാൽ എന്താണ്? തീക്കട്ട ചൂട് അല്ലേ? ചുട്ടു പൊള്ളില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ. The arm was beginning to be drained of all strength. Sorry, I remember line me too. A road made of molten fire was slowly പതുക്കെയാണ്, but powerfully, വളരെ ശക്തമായിട്ട് ക്രഷിംഗ് മയ, പൊടിക്കണ പോലെ, എന്റെ കൈ പൊടിയണ പോലെ. കൈ നമ്മള് എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ അമർത്തി പിടിച്ചാൽ പൊടിയില്ലേ? അതുപോലെയാണ്. ആ പാമ്പ് ചുറ്റിയപ്പോ പിടിച്ച് ഞെക്കി പൊടിക്കല്ല ചെയ്യണം, സ്ലോലിയാണ്, പതുക്കെയാണ്. അതിങ്ങനെ ചുറ്റുമ്പോ എന്താണ്? സ്ലോലിയാണ്, പക്ഷെ പൊടിയാണ്. എന്റെ എല്ലുകളൊക്കെ പൊടിയണ പോലെ തോന്നിയത്. Drained, the arm was beginning to be drained of all the strength. എല്ലാ സ്ട്രെങ്ത്തും വറ്റിപ്പോയിന്ന്, എല്ലാ ശക്തിയും വറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ കൈയുടെ ശക്തികളൊക്കെ പോയി, കൈയൊക്കെ തളർന്നു പോയി, വേദനിച്ച് കൈ തളർന്നു പോയി. ഈ കൈ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. വാട്ട് കുഡ് ഐ ഡു? എന്ത് ചെയ്യാം? അവരാകെ ചിന്തിക്കുകയാണ്. വാട്ട് കൻ ഐ ഡു? ഞാൻ ഇനി എന്താ ചെയ്യാം? ഇനി എങ്ങനെ ഞാൻ രക്ഷപ്പെടുമെന്ന്. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റ്, അങ്ങനെ അവന്റെ സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റില്, ആ സ്ലൈറ്റസ്റ്റ് നേരിയ ഒരു ചെറിയൊരു മൂവ്മെന്റ് മതി, ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ.
സ്നേക്ക് എവിടെ ഇരിക്കണേ? അവന്റെ ഫേസിന്റെ അവിടുന്ന് 3 or 4 inches അനങ്ങാതെ ഇരിക്കാൻ. അവൻ ഹോ ഗോഡ് എന്ന് പോലും ശബ്ദിച്ചില്ല. കാരണം ഹോ ഗോഡ് എന്ന് ശബ്ദിച്ചാൽ ഈ പാമ്പ് അപ്പൊ തിരിച്ചു കുത്തും അല്ലേ? അതുകൊണ്ട് ശബ്ദം എടുക്കാണ്ട് മനസ്സിന്റെ ഉള്ളിലാണ് എഴുതി വെച്ച വാക്ക്. ദൈവത്തിനെ വിളിച്ചത് മനസ്സിന്റെ ഉള്ളിലാണ്. മനസ്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ ഉള്ളിൽ ദൈവത്തിനെ വിളിച്ചു. അവൻ ഒരിക്കലും സംസാരിച്ചില്ല. അനങ്ങിയാൽ ആ പാമ്പ് അവനെ കൊത്തും. അപ്പൊ പറയണേ, എന്റെ ഒരു സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റ്, എന്റെ ഒരു ചെറിയൊരു മൂവ്മെന്റ് മതി, എന്ത് സംഭവിക്കും? The snake would strike me. ആ സ്നേക്ക് എന്നെ കുത്തും. Death lurked 4 inches away. എന്റെ മരണം എവിടെ ഇരിക്കണേ? ലേർക്കണേ, പതിയിരിക്കുകയാണ്, ഒളിഞ്ഞിരിക്കുകയാണ്. എന്റെ മരണം എന്റെ 4 ഇഞ്ച് ദൂരെയാണെന്ന്. 4 inches away. എന്താ ഇതിന്റെ അർത്ഥം? എന്റെ മരണം എന്റെ 4 ഇഞ്ച് ദൂരെ എന്ന് പറഞ്ഞാൽ എന്താ? മരണം എങ്ങനെയാ? ഈ പാമ്പെന്നെ കുത്തിയാൽ ഞാൻ മരിക്കും അല്ലെ? പക്ഷെ ഈ പാമ്പ് എവിടെ ഇരിക്കണേ? 4 ഇഞ്ച് അകലെ. എന്റെ മുഖത്തിന്റെ അവിടെ നിന്ന് 4 ഇഞ്ച് അകലെ എന്ന് പറയുമ്പോ എന്നിൽ നിന്ന് 4 ഇഞ്ച് അകലെയാണ് എന്റെ മരണം എന്ന് പറഞ്ഞാൽ ആ പാമ്പ് ഒന്ന് തിരിഞ്ഞാൽ എന്നെ കൊത്തും. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, ഇനിയിപ്പോ അതെന്നെ കൊത്തുകയാണെങ്കിൽ, ആ പാമ്പ് എന്നെ കൊത്തുകയാണെങ്കിൽ, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? എന്ത് മരുന്ന് എടുക്കും? ഒരു ഡോക്ടറാണ്. അപ്പൊ ഒരു ഡോക്ടറിന്റെ കയ്യിൽ മരുന്ന് ഉണ്ടാവേണ്ടതാണ് അല്ലെ? അപ്പൊ അവൻ ചോദിക്കുകയാണ്, എന്നെങ്ങാനും ആ പാമ്പ് കൊത്തി. അവൻ ആ സമയത്ത് ആലോചിക്കുകയാണ്, ഈ പാമ്പ് കൊത്തിയാൽ നമ്മൾ ഒരു ഡോക്ടറാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, വേഗം മരുന്ന് കഴിച്ചാൽ മതി. പക്ഷെ അവൻ ആലോചിക്കുകയാണ്, ഞാൻ എങ്ങനെ ഒരു മരുന്ന് കഴിക്കും? വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? ഏത് മരുന്ന് ഞാൻ കഴിക്കും? കാരണം എന്താ, കുറെ മരുന്നുണ്ടായിട്ടല്ല ഏത് കഴിക്കുന്നല്ല. അവന്റെ കയ്യിൽ മരുന്ന് ഒന്നുമില്ലാന്ന്. there was no medicine in the room. കാരണം എന്താണ്? വീണ്ടും അവന്റെ പുവർ കണ്ടീഷനാണ് പറഞ്ഞത്. ഒരു ഡോക്ടറുടെ വീട്ടിൽ മരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, നല്ല ഹോസ്പിറ്റലിൽ അയാളുടെ കയ്യിൽ കുറെ മരുന്നുകൾ വീട്ടിലുണ്ടാവേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു മരുന്ന് പോലും അയാളുടെ കയ്യിൽ ഇല്ല എന്ന്. there was no medicine in the room. I was but a poor, foolish and stupid doctor. ഞാൻ എന്തായിരുന്നു? അവനെ കുറിച്ച് തന്നെ പറയുകയാണ്. ഞാൻ പുവർ, പാവപ്പെട്ടവനാണ്, foolish and stupid, വിഡ്ഢിയായിട്ടുള്ള ഒരു ഡോക്ടർ. എന്ന് വെച്ചാൽ ഒന്നും കയ്യിൽ വെക്കാത്ത, അവരവർക്ക് വേണ്ടി ഒന്നും സൂക്ഷിക്കാത്ത, ഓൺലി 60 rupees അയാളുടെ കയ്യിൽ സമ്പാദ്യമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അത്രയും പുവറായിട്ടുള്ള, കയ്യിൽ മരുന്നുകളൊന്നും ശേഖരിച്ചു വെക്കാത്ത ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്ന്. ഐ ഫോർഗെറ്റ് മൈ ഡേഞ്ചർ. അവനവന്റെ അപകടത്തിനെ കുറിച്ച് മറക്കുകയാണ്. ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മീ. പാമ്പ് തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കാണ്. മുഖത്തിന്റെ അവിടുന്ന് 4 ഇഞ്ച് ദൂരെ പാമ്പ് നിൽക്കുന്ന സമയത്ത് കുറച്ചു നേരത്തേക്ക് അവന്റെ അപകടാവസ്ഥയെ കുറിച്ച് മറന്നു. ഇപ്പൊ ഞാൻ മരിക്കും, മരണത്തിനെ ഫേസ് ചെയ്ത് നിൽക്കാണ്. അവൻ പറയണം, മരണം 4 ഇഞ്ച് അപ്പുറം പതിയിരിക്കുകയാണ്. ആ 4 ഇഞ്ച് അപ്പുറത്തിരിക്കുന്ന മരണം ഏത് നിമിഷം വേണമെങ്കിലും വരാം. പക്ഷെ ആ മരണത്തിനെ കാത്തവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മരണത്തിനെ കുറിച്ച്, ഡേഞ്ചർ ആയിട്ടുള്ള അതിന്റെ അപകടത്തിനെ കുറിച്ച് അവൻ മറന്നു. അവനൊന്ന് ചിരിച്ചു എന്നും. ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. അവനെ തന്നെ നോക്കി അവനൊന്ന് വിലറിയ ചിരി. എന്തിനാ? ഒരു കളിയാക്കി, ഒരു പരിഹാസത്തോടു കൂടി ചിരി. എന്തിനാ അങ്ങനെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചത്? അവനെ കുറിച്ച് തന്നെ പറഞ്ഞിരുന്നാ, എ പുവർ, ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ ആണെന്ന്. അത് കേട്ടിട്ട് അവൻ തന്നെ ചിരിച്ചുപോയി എന്ന്. അവൻ തന്നെ അവനെ കുറിച്ച് ഓർത്തവൻ ചിരിക്കുകയാണ്. അത്രയും വിഡ്ഢിയായിട്ടുള്ള ഒരു ഡോക്ടർ, ഒന്നും സമ്പാദിച്ചു വെക്കാത്ത, ഒരു മരുന്ന് പോലും വീട്ടിൽ വെക്കാത്ത, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കഴിക്കാൻ ഒരു മരുന്ന് പോലും ഇല്ലാത്ത ഒരു ഡോക്ടർ. അപ്പൊ അവന്റെ അവസ്ഥയെ കുറിച്ച് അവൻ ചിന്തിച്ച് അവൻ ഒരു ചിരിയും ചിരിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് പാരഗ്രാഫ് 16 തുടങ്ങി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.